നമുക്ക് ഇന്ന് പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ധ്യാനം ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം. ഇതുവരെയും കൊണ്ടുപോയ എല്ലാ കാര്യങ്ങളെയും ഓർത്ത നന്ദിയോടെ സ്തോത്രം. കർത്താവേ, കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗമാണല്ലോ ഇന്ന് ഞങ്ങൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വരണം. അടിയൻ്റെ വായ തുറന്ന് കർത്താവെ സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടണം, വാക്കുകളെ തരണം. ആഴമായ ആശയങ്ങൾ കർത്താവ് ഞങ്ങളിലേക്ക് പ്രവഹിപ്പിക്കണം. കർത്താവ് ഏത് പറയുവാനും അനേകർ കർത്താവിൻ്റെ വചനത്താൽ ആകൃഷ്ടരായി കർത്താവിൻ്റെ ജീവിതം, കർത്താവിൻ്റെ ഹിതപ്രകാരമുള്ള ജീവിതം നയിക്കുവാൻ അവരെ അനുഗ്രഹിച്ച് ശക്തരാക്കി ആത്മനിറവ് കൊടുത്ത് ഒരു മാനസാന്തരത്തിൻ്റെ, ഒരു നവീകരണത്തിൻ്റെ അനുഭവം ഉണ്ടായി കർത്താവിനോട് പറ്റിച്ചേർന്ന് ജീവിക്കാൻ തക്കവണ്ണം ഉത്സാഹവും പ്രേരണയും കൊടുത്ത് നിൻ്റെ ശക്തിയാൽ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ, ആമീൻ. നമ്മളെ ഇന്ന് ചിന്തിക്കുന്നത് 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങളാണ്. 19. ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളെ തന്നെ ന്യായീകരിക്കുകയായിരുന്നു എന്നാണോ ഇത്രയും കാലം നിങ്ങൾ വിചാരിച്ചിരുന്നത്? പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ അഭ്യുന്നതിക്ക് വേണ്ടി ദൈവസമക്ഷം സമസ്തവും ക്രിസ്തുവിലാണ് പ്രസംഗിച്ചിരുന്നത്. പൗലോസ് പ്രസംഗിക്കുന്നത് ക്രിസ്തുവിലാണ്. എന്തിനു വേണ്ടി? നിങ്ങളുടെ അഭ്യുന്നതിക്ക് വേണ്ടിയാണ് പൗലോസ് പ്രസംഗിക്കുന്നത്. നമ്മളെ ഓർത്ത് ക്രിസ്തുവിൻ്റെ വചനങ്ങൾ നമ്മളോട് സംസാരിക്കുകയാണ് എന്ന്. അടുത്തത് 20-ാം വാക്യം. ഒരുപക്ഷെ ഞാൻ വരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന നിലയിൽ നിങ്ങളെയും, നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ എന്നെയും കാണാതിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കലഹവും അസൂയയും കോപവും മത്സര്യവും അപവാദവും പരദൂഷണവും അഹന്തയും അസ്വസ്ഥതയുമായിരിക്കുമോ കണ്ടെത്തുന്നത്? നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി പൗലോസ് ഇത്രയും പ്രവർത്തിക്കുകയാണ്. നമ്മളുടെ അഭ്യുന്നതിക്ക് വേണ്ടിയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ പൗലോസ് ഒരു സന്ദർശനം നടത്തുമ്പോൾ, ഇനി നടത്തുകയാണെങ്കിൽ നിങ്ങളെ ഈ വിധത്തിൽ കാണാൻ ഇടയാകുമോ? ഒത്തിരി തിന്മകളുടെ പേരവിടെ പറഞ്ഞിട്ടുണ്ട്. അതിന് പൗലോസ് അങ്ങനെ സംശയിക്കാൻ കാരണം, ജാതികളുടെ ഇടയിൽ വിജാതിരായ ആൾക്കാർ മാനസാന്തരപ്പെട്ട ഒരു സമൂഹമാണ് കൊരിന്ത്യൻ സഭയിലുള്ളത്. ആ കൊരിന്ത്യ ഭൂവിഭാഗം എന്ന് പറയുന്നത് തിന്മകൾ നിറഞ്ഞ ഒരു ലോകമാണ്. ആ ലോകത്തിൻ്റെ ചിന്താഗതികളും അതിൻ്റെ തിന്മകളൊക്കെയും കൊരിന്ത്യൻ സഭയുടെ അംഗങ്ങളിലേക്ക് കടന്നു കയറുവാനുള്ള സാധ്യതയുണ്ട് എന്ന് സംശയിക്കുന്നത് കൊണ്ടാണ് ഞാൻ വരുമ്പോൾ നിങ്ങളെ ആ രീതിയിൽ കാണുവാൻ ഇടയാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പൗലോസ് പറയുന്നത്. നമ്മൾ ക്രിസ്തീയ വിശ്വാസത്തിൽ എത്തിക്കഴിഞ്ഞാലും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ വീണ്ടും പാപത്തിൻ്റെ അടിമകളാകുവാനുള്ള ശക്തി ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. വീണു പോകാതെ സൂക്ഷിക്കണം. സാധ്യതകൾ ധാരാളമുണ്ട്. കർത്താവ് നമ്മളെ നോക്കുമ്പോൾ നമ്മൾ ഈ തിന്മയ്ക്ക് അടിമപ്പെട്ടാണോ പിന്നെയും ജീവിക്കുന്നത് എന്ന് ഭയപ്പെടരുത്, എന്ന് കർത്താവ് വിചാരിച്ച സങ്കടപ്പെടുവാനിടയാകരുത്. വിശുദ്ധിയിലേക്ക് വന്നാൽ വിശുദ്ധിയിൽ ജീവിക്കണം. വിശുദ്ധി പ്രാപിക്കുകയും വിശുദ്ധിയിൽ ജീവിക്കുകയും ചെയ്യാനാണ് കർത്താവ് നമ്മളെ വേർതിരിച്ചെടുത്തത് എന്ന് പൂർണ്ണബോധ്യം ഉണ്ടായിരിക്കണം. പൗലോസ് ചോദിക്കുന്നത്, ഞാൻ വരുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ പല പ്രശ്നങ്ങളും തിന്മകളൊക്കെ നിറഞ്ഞത് കാണുമോ എന്ന് ഞാനങ്ങ് ഭയപ്പെടുകയാണ്. സാധ്യത ധാരാളം ഉള്ളത് കൊണ്ടാണ് ആ സംശയം ഉണ്ടാകുന്നത്. അതിലൊന്ന് കലഹത്തെക്കുറിച്ചാണ്. ഈ കലഹമെന്ന് പറഞ്ഞാലേ സത്യം എന്താണെന്ന് തിരിച്ചറിയാൻ വയ്യാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ കലഹം ഉണ്ടാകുന്നത്. സത്യം എന്തെന്ന് അറിയത്തില്ല.
അപ്പോൾ അവർ വിചാരിച്ചിരിക്കുന്ന കാര്യമാണ് ശരിയെന്ന് വിചാരിച്ച് അതിനെ കുറിച്ച് ബഹളമുണ്ടാക്കി വഴക്കുണ്ടാക്കി കലഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഒന്നിൽ സത്യം എന്തെന്ന് അറിയാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സത്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും തങ്ങൾ വിചാരിക്കുന്ന കാര്യമാണ് ഇവിടെ നടപ്പാകേണ്ടത്, സത്യമൊന്നുമല്ല. ഞങ്ങൾക്ക് ചില ചിന്തകളുണ്ട്, ഞങ്ങൾക്ക് ചില അഭിപ്രായങ്ങളുണ്ട്, അത് നടപ്പാകണം. അങ്ങനെ വിചാരിക്കുമ്പോഴും കലഹം ഉണ്ടാകുവാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു ശാഠ്യമാണത്. ഞാൻ പിടിച്ചിടം ജയിക്കണം, തെറ്റോ ശരിയോ എന്നുള്ളതിലല്ല പ്രാധാന്യം. എൻ്റെ വാദം ശരി, അത് ഉറപ്പിക്കപ്പെടണം. അതിനുവേണ്ടി ബഹളം ഉണ്ടാക്കുന്നവരുണ്ട്. നമുക്കറിയാം, രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിലൊക്കെ ഇത് സംഭവിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്ന പല വഴക്കും ബഹളത്തിൻ്റെയൊക്കെ കാരണം സത്യമൊന്നുമല്ല. ഞാൻ പിടിച്ചിടം, അത് ശരി, അതങ്ങ് ജയിക്കണം, അത് നടപ്പിലാകണം. ഇതാണ് ബഹളത്തിൻ്റെ ഒക്കെ കാരണം. യേശുവിനെ പീലാത്തോസിൻ്റെ ക്രൂശിക്കാൻ വിധിക്കാൻ കാരണം എന്താണ്? അവിടെ ഒരു ബഹളം ഉണ്ടായതുകൊണ്ടാണ്. 3 പ്രാവശ്യം വിസ്തരിച്ചിട്ടും ഒരു കുറ്റവും അവനിൽ കാണാഞ്ഞെങ്കിലും പീലാത്തോസ് അത് പറഞ്ഞു. ന്യായാധിപനാണല്ലോ, റോമൻ ന്യായാധിപൻ. അദ്ദേഹം പറയുകയാണ്, ഞാൻ വിസ്തരിച്ചിട്ട് ഒരു തിന്മയും ഇവനിൽ കാണുന്നില്ല. പിന്നെ നിങ്ങൾ എന്തായി പറയുന്നത്? ക്രൂശിക്കണമെന്ന് അവരാർത്ഥമായിട്ട് കേസിക്കുക. ഒരു ന്യായാധിപൻ ചെയ്യാൻ പാടില്ലാത്തതങ്ങ് ചെയ്തു. വെള്ളമെടുത്ത് കൈ കഴുകിക്കൊണ്ട് പറഞ്ഞു, അവൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അങ്ങനെ പറയാൻ ഒരു ന്യായാധിപന് അവകാശമുണ്ടോ? ആ ന്യായാധിപൻ അങ്ങനെ പറഞ്ഞാൽ കാര്യങ്ങൾ ശരിയാകുമോ? അവർ പറഞ്ഞു, ബഹളമാണ്, ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും സന്തതികളുടെ മേലും അവൻ്റെ രക്തം വീണോട്ടെ, ക്രൂശിക്കുക. ബഹളം വർദ്ധിച്ചു വരുന്നു. പീലാത്തോസ് അവസാനം യേശുവിനെ ക്രൂശിക്കാൻ വിട്ടുകൊടുത്തു. ക്രൂശിക്കാൻ വിടുമ്പോൾ ആദ്യം അടിക്കണം. അങ്ങനെ അടിയോ കൊടുത്ത് ക്രൂശിക്കാനായിട്ട് വിട്ടുകൊടുക്കുന്നു. പീലാത്തോസിനെ കുറ്റം പറയുന്നു. പീലാത്തോസിൻ്റെ കുറ്റമാണെങ്കിലും, അവിടെ പെട്ടെന്നുണ്ടാകുന്ന ആ കുറ്റം പീലാത്തോസിൻ്റേതാണെങ്കിലും, എന്തുകൊണ്ട് യേശു ക്രൂശിക്കപ്പെടാൻ ഇടയായി? നമ്മൾ തന്നെയാണ് കാരണക്കാർ. നമ്മൾ ചെയ്ത പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി സ്വയം ബലിയർപ്പിക്കാൻ വന്നവനായ യേശു നമ്മളെ സ്നേഹിച്ചതുകൊണ്ട്, നമ്മൾ പാപികളായിരിക്കെ നമ്മളെ സ്നേഹിച്ചതുകൊണ്ട് കാൽവരിയിലെ ക്രൂശിൽ തൂങ്ങി മരിക്കുവാൻ, ബലിയർപ്പിക്കപ്പെടുവാൻ സ്വയം ഏൽപ്പിച്ചു കൊടുത്തവനായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് അത് സംഭവിച്ചത് എന്ന് നമുക്കറിയാം. ഉണ്ടാകാം, പക്ഷേ ആര് മൂലം ഇടർച്ച ഉണ്ടാകുന്നു അവന് ആ കഷ്ടം എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പീലാത്തോസിനും രക്ഷപ്പെട്ട കുറ്റം വിമുക്തനാണ് ഞാനെന്ന് പറയുവാൻ സാധിക്കത്തില്ല. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ പാപം തന്നെ അതിന് കാരണമായി തീർന്നു എന്ന്. അന്നേരം ഉണ്ടായ പ്രത്യേക കാരണം, ഇമ്മീഡിയറ്റ് റീസൺ എന്ന് നമുക്ക് പറയാം. എന്താണെന്ന് ചോദിച്ചാൽ ആ ബഹളമാണ് അനീതിപരമായ ഒരു വിധി പ്രഖ്യാപിക്കുവാൻ അവിടെ സാഹചര്യമുണ്ടാക്കിയത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതാണ് ബഹളത്തിൻ്റെ പൈശാചിക ശക്തി. ബഹളമുണ്ടാക്കുക, അനീതി പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങളെ സൃഷ്ടിച്ചു കൊടുക്കുക. ഇത് പലയിടത്തും നടക്കുന്നു. ഇന്നും പലയിടത്തും നടക്കുന്നത് നമുക്ക് വാർത്തകളിൽ കൂടെയൊക്കെ അറിയുകയും ചെയ്യാം. വേറൊരു ബഹളത്തെക്കുറിച്ച് നമ്മൾ ബൈബിളിൽ തന്നെ വായിക്കുന്നുണ്ട്. അത് അപ്പസ്തോല പ്രവൃത്തികൾ 19-ാം അധ്യായം 23 മുതൽ 41 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പസ്തോല പ്രവൃത്തികളിൽ എഴുതിയിരിക്കുന്ന ആ ബഹളത്തെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കണം. എഫേസോസിൽ വെച്ച് പൗലോസ് പ്രസംഗിച്ചു. എഫേസോസിലെ ഒരു ലേഖനം പൗലോസ് എഴുതിയിട്ടുണ്ട്. എഫേസോസിലെ സഭ പൗലോസ് സ്ഥാപിച്ചതാണ്. അത് വളരെ ഏതാണ്ട് 2 വർഷക്കാലം പൗലോസ് അവിടെ തൻ്റെ ശുശ്രൂഷ നിർവഹിച്ചൊരു സ്ഥലമാണത്.
ആർത്തമീസ് ദേവിയുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ എല്ലായിടത്തുമുള്ള ആൾക്കാർ, ആ ആർത്തമീസ് ദേവിയുടെ ഭക്തരായ ആൾക്കാരുണ്ട്. അവർ ചെന്ന് ആരാധിക്കുന്ന ഒരു സ്ഥലമാണ്. ആർത്തമീസ് ദേവിയുടെ ഒരു ക്ഷേത്രം അവിടെ ഉണ്ട്, ലോകപ്രസിദ്ധമാണത്. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാനും ഒരു ക്രിസ്തീയ വിശ്വാസികളുടെ സമൂഹത്തെ രൂപപ്പെടുത്തി എടുക്കുവാനും പൗലോസിന് സാധിച്ചത്, പൗലോസ് വഴി ദൈവം ചെയ്തത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പൗലോസ് അവിടെ ചെയ്ത ഒരു പ്രസംഗത്തിൽ പൗലോസ് വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞു. പൗലോസിനെ സത്യം പ്രഖ്യാപിക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കത്തില്ല. വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുക. ദെമേത്രിയൂസ് എന്ന് പറയുന്ന ഒരു വലിയ ആളെന്ന് പറഞ്ഞാൽ പണക്കാരൻ, അദ്ദേഹത്തിന് ഒത്തിരി തൊഴിലാളികളെ വെച്ചിരിക്കുക, ശമ്പളം കൊടുത്ത് കൂലി കൊടുത്ത് പണിയിക്കുക. എന്ത്? ആർത്തമീസ് ദേവിയുടെ ക്ഷേത്രത്തിൻ്റെ മാതൃക. അത് വിദേശികൾ വരുന്നവരെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകും. അതങ്ങോട്ട് കയ്യിലിരുന്നാൽ അങ്ങ് സ്വർഗം കിട്ടിയ പോലെ. ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച മനുഷ്യൻ്റെ അറിവില്ലായ്മയെ തെറ്റിദ്ധരിപ്പിച്ച് അതിൽ നിന്ന് മുതലെടുക്കുന്ന ആളാണത്. തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടും, ദെമേത്രിയോസിനോ വലിയ കൊള്ളലാഭം കിട്ടും. ഇതിനു വേണ്ടിയാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. സത്യത്തെ നോക്കിയല്ല, സത്യം ജയിക്കണമെന്നോ സത്യത്തിന് വേണ്ടി വാദിക്കുന്നവനോ അല്ല ദെമേത്രിയോസ്. പൗലോസ് പ്രസംഗിച്ചത് കൈകൊണ്ടുണ്ടാക്കുന്ന ഒരു വിഗ്രഹവും ദൈവമല്ല. ആർത്തമീസ് ദേവിയുടെ വിഗ്രഹം ഉണ്ടാക്കി വിൽക്കുമ്പോൾ ജനം മനസ്സിലാക്കട്ടെ, അവരുടെ ഹൃദയത്തിൽ ഇത് കുത്തുകൊള്ളട്ടെ. നാം കൈകൊണ്ട് വെള്ളി കൊണ്ടോ സ്വർണം കൊണ്ടോ എന്തുകൊണ്ടുണ്ടാക്കിയാലും അത് വിഗ്രഹം തന്നെ. അതിനെ ആരാധിക്കാൻ പാടില്ല, അത് ദൈവമാകുന്നില്ല എന്ന് പൗലോസ് പ്രഖ്യാപിച്ചു. ഈ സത്യം നമ്മൾ ക്രിസ്ത്യാനികൾക്ക് അറിയാം. ഏത്? വിഗ്രഹങ്ങളെ ഉണ്ടാക്കാനും ആരാധിക്കാനും പാടില്ല. ഉണ്ടാക്കരുതെന്ന് കൽപ്പനയുടെ ഒരു ഭാഗമാണ്, ആരാധിക്കരുതെന്ന് അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. ഇതറിയാം, കാണാതെ പഠിക്കുന്നു. കൊച്ചുകളെ മുതലേ ഇത് കൽപ്പന പഠിച്ചു വെക്കുന്നെങ്കിലും വായിക്കുന്നെങ്കിലും, പുറപ്പാട് 20-ാം അധ്യായം, ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നില്ല ക്രിസ്ത്യാനികളുടെ ഇടയിലും. പിന്നെ നമ്മൾ ഈ വിജാതിയരെക്കുറിച്ച് പറയാനുണ്ടോ? വിഗ്രഹങ്ങളെ ഉണ്ടാക്കി ഘോഷയാത്രയായിട്ട് കൊണ്ടു നടക്കുന്നു. വെള്ളിയാകട്ടെ സ്വർണമാകട്ടെ ദൈവശക്തിയില്ല, ദൈവമല്ല എന്ന് മനസ്സിലാക്കാൻ പൈശാചിക ശക്തി അവരുടെ മേൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് അവർക്ക് സാധ്യമാകുന്നില്ല. ഇത് വാസ്തവം. ഏതായാലും ഇവിടെ എഫെസോസിലെ പൗലോസ് അത് ധൈര്യമായിട്ട് പ്രസംഗിക്കുകയാണ്. ദെമേത്രിയോസ് തൊഴിലാളികളെ കൂട്ടി, ആൾക്കാരെല്ലാം കൂട്ടി പറഞ്ഞു, ഈ പൗലോസ് ഇവിടെ വന്ന് വേറെ ദൈവത്തെക്കുറിച്ചൊക്കെ പറയുന്നത് നമ്മുടെ തൊഴിൽ അത് ശരിയല്ല, സത്യമല്ല, അത് വിഗ്രഹമാണ്, ദൈവമല്ല എന്നൊക്കെ അദ്ദേഹം പ്രസംഗിക്കുന്നു. അത് നമ്മുടെ തൊഴിലിനെ ബാധിക്കും. തൊഴിലിനെ ബാധിക്കുമെന്ന് പറഞ്ഞപ്പോൾ തൊഴിലാളി സംഘടനയല്ലേ, അവരെതിർത്തു. അവർ പറഞ്ഞു ആർത്തമീസ് ദേവി അത്യുന്നത എന്ന് പറഞ്ഞ് അവർ ആർത്തട്ടഹസിക്കുക. അവിടെ കലഹവും ബഹളവും ഉണ്ടാകുകയാണ്. ഇതാണ് അവരുടെ ദേവി എല്ലാത്തിനെക്കാട്ടിലുപരിയാണ്, സ്വർഗത്തിൽ നിന്ന് വീണ വിഗ്രഹമാണത് ആർത്തമീസ് ദേവിയുടെ ആ ക്ഷേത്രം എന്നൊക്കെയാണ് അവർ ബഹളമുണ്ടാക്കുന്നത്. ഭയങ്കര ബഹളമായി ആൾക്കാരൊക്കെ കൂടുകയാണ് ബഹളത്തിൽ. പക്ഷേ പലർക്കും അറിയത്തില്ല എന്തിനാ അവരവിടെ കൂടിയെന്ന്. ഈ ബഹളത്തിൻ്റെ ഒരു കുഴപ്പം അതാ. കുറേ പേരാണ് അതിൻ്റെ മുൻകൈ എടുത്ത് ബഹളം ഉണ്ടാക്കുന്നതെങ്കിലും ബാക്കി വന്നിരിക്കുന്ന പലർക്കും അവർ എന്തിനു വേണ്ടിയാണ് അവിടെ കൂടിയത് എന്ന് പോലും അറിയത്തില്ല, ബഹളമുണ്ടാക്കും. അതാണ് ബഹളത്തിൻ്റെ ഒരു കുഴപ്പം. നഗരത്തിൽ വലിയ ബഹളമായി. അവസാനം അതിനൊന്ന് ശമിപ്പിക്കാൻ വേണ്ടി പൗലോസിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരായ ഗായൂസ് അരിസ്താർക്കൂസിനെയൊക്കെ വലിച്ചിഴച്ചുകൊണ്ട് പൊതുമണ്ഡപത്തിലേക്ക് കൊണ്ടുവന്നു. തൽക്കാലം ആ ബഹളമൊന്ന് ഇല്ലാതാക്കാൻ വേണ്ടി. 32-ാം വാക്യം 19-ാം അധ്യായത്തിൽ ഞാനത് വായിക്കാം. അവിടെ ഓരോരുത്തരും ഓരോന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു.
സമ്മേളനമാകെ അലങ്കോലമായി. തങ്ങളവിടെ എന്തിനാണ് ഒരുമിച്ച് കൂടിയതെന്ന് തന്നെ മിക്കവർക്കും അറിഞ്ഞുകൂടായിരുന്നു. എന്തിനാ അവിടെ കൂടിയത് എന്ന് പോലും അറിയാതെയാണ് അവർ ഈ ബഹളമുണ്ടാക്കുന്നത്. അറിയത്തില്ല എന്തിനാ വന്നിരിക്കുന്നത്. ജീവിതത്തിൽ ഒരു സ്ഥലത്തോട്ട് പോവുക, അല്ല എന്തിനാ ആ സ്ഥലത്ത് പോകുന്നത്, അയ്യോ അറിയത്തില്ല. അറിയാൻ വയ്യാതെ ഒരു ലക്ഷ്യവുമില്ലാതെ ജനങ്ങളിങ്ങനെ പോവുകയാണ്, ഓരോന്ന് ചെയ്യുകയാണ്. എന്തിനാ അത് ചെയ്യുന്നത്, അയ്യോ അറിയത്തില്ല. അറിയത്തില്ല പിന്നെങ്കിലും ചെയ്യുന്നത് എന്തിനാ? ഇതാണ് മനുഷ്യൻ ഇപ്പോൾ. എന്താണ് ജീവിതത്തിൻ്റെ ശരിയായ അർത്ഥം, എന്താണ് ജീവിത ലക്ഷ്യം, എന്താണ് ഞങ്ങൾ പറയുന്നത്, എന്താണ് ഞങ്ങൾ പറയേണ്ടത്, ഇതൊന്നും അറിയാതെ ബഹളം കൂട്ടുന്ന ഒരു ജനതതി ഇന്നുണ്ട്, പണ്ടും ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ജീവിത ലക്ഷ്യം, യഥാർത്ഥ ലക്ഷ്യം ഇല്ലാതെ ഇങ്ങനെ ബഹളം കൂട്ടി ബഹളം ഉണ്ടാക്കുന്നതിൽ മുൻകൈ എടുക്കുന്ന ആൾക്കാർ, അത് നമുക്ക് ഇതിൻ്റെ അകത്തൊക്കെ കാണുവാൻ സാധിക്കും. ഏതായാലും അവിടുത്തെ ബഹളം അങ്ങനെ ഉണ്ടായപ്പോൾ ബഹളം ഉണ്ടാക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് തൽക്കാലം അവിടുത്തെ നഗരാധിപൻ വന്ന് ആ ബഹളത്തെ ഒന്ന് പിരിച്ചുവിടുകയോ ഒക്കെ ചെയ്ത് തൽക്കാലം അവിടെ ഒരു ശാന്തി വരുത്തുകയും ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതാണ് കലഹത്തിൻ്റെ ഒരു കാര്യം. രണ്ടാമത് പൗലോസ് പറഞ്ഞിരിക്കുന്ന തിന്മയെന്ന് പറയുന്നത് അസൂയയെക്കുറിച്ചാണ്. എല്ലാ മനുഷ്യരും അസൂയ. സങ്കീർത്തനം 37:1 ദാവീദ് ഇങ്ങനെ പാടിയിരിക്കുകയാണ്: ദുഷ്ടരെ കണ്ട് നീ അസ്വസ്ഥനാകേണ്ട, ദുഷ്കർമ്മികളോട് അസൂയപ്പെടുകയും വേണ്ട. ദുഷ്കർമ്മികൾ, അവരെ കണ്ട് നമുക്ക് അസൂയപ്പെടാൻ മറ്റുള്ളവർക്ക് തോന്നും. കാരണം ദുഷ്കർമ്മികൾ സാമ്പത്തികമായി പല രീതിയിൽ നേട്ടങ്ങളുണ്ടാക്കി ആകാശം മുട്ടിയുള്ള ഭവനങ്ങളും പണിത് സുഖമായി ജീവിക്കുന്നു. അത് ഈ തിന്മയുടെ ഒരു ശക്തി എന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ മതി. പക്ഷെങ്കിൽ നാം അവരെ ഓർത്ത് അസൂയപ്പെടേണ്ട കാര്യമില്ല. ആരെ ഓർത്ത് നമ്മൾ അസൂയപ്പെടേണ്ട. ഇനി ദുഷ്ടനല്ല, നല്ല ഒരാൾ മുകളിലോട്ട് ഉയർന്നു വരുന്നു, നമ്മൾ അസൂയപ്പെടേണ്ട കാര്യമില്ല. ആരുടെയും നന്മയെ കണ്ട് നമ്മൾ അസൂയപ്പെടേണ്ട കാര്യമില്ല. ദൈവം അവർക്ക് അത് കൊടുക്കട്ടെ, നമുക്കാവശ്യമുള്ള ദൈവം തരും. കർത്താവ് പഠിപ്പിച്ചത് അന്നന്ന് വേണ്ട ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോളാൻ. കൂടുതലൊന്നും വാരിക്കൂട്ടി വെക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സുഭാഷിതങ്ങളിൽ ഇങ്ങനെ നിർദ്ദേശിക്കുന്നു: അക്രമിയുടെ വളർച്ചയിൽ അസൂയപ്പെടുകയോ അവൻ്റെ മാർഗം അവലംബിക്കരുത്. അക്രമികൾ ധനം കൂട്ടാനും വലുതാകാനും ഒക്കെ ഓരോരോ രീതികൾ അവർക്കുണ്ട്. അതനുസരിച്ച് അവരെങ്ങനെ ഉണ്ടാക്കി വലുതാകും. അസൂയപ്പെടേണ്ട, നമ്മൾ അസൂയപ്പെടേണ്ട കാര്യമില്ല. അവരുടെ മാർഗം നമ്മൾ അവലംബിക്കുകയും വേണ്ട. നമുക്കതുപോലെ ആയിത്തീരണം എന്ന് വിചാരിച്ച് അവർ ചെയ്യുന്നത് പോലൊന്നും നമ്മൾ ചെയ്യണ്ട. നമുക്ക് ചെറിയ രീതിയിൽ ജീവിച്ചാൽ മതി എന്ന് ഒരു തീരുമാനമെടുത്ത് നമുക്ക് ക്രിസ്ത്യ വിശ്വാസത്തിൽ മുന്നേറുകയാണ് വേണ്ടത്. പത്രോസ് അപ്പോസ്തലൻ നമ്മളോട് ഉപദേശിക്കുന്നു. 1 പത്രോസ് 2:1 നിങ്ങൾ എല്ലാ തിന്മയും വഞ്ചനയും കാപട്യവും അസൂയയും അപവാദവും ഉപേക്ഷിക്കുവീൻ. കാതോലിക്ക ലേഖനത്തിലാണ് പത്രോസ് അത് പറയുന്നത്. ഇതെല്ലാം നമ്മൾ ഉപേക്ഷിക്കണം. എല്ലാ തിന്മയും, വഞ്ചന, കാപട്യം, അസൂയ, അപവാദം, ഇതെല്ലാം ഉപേക്ഷിക്കണമെന്ന് പത്രോസ് നമ്മളോട് ഉപദേശിക്കുന്നു. യേശുവിനെ തന്നെ വിചാരണയ്ക്ക് കൊണ്ടുപോകാനും പിടിക്കാനും ഒക്കെ അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം അസൂയയാണെന്ന് നമുക്കറിയാം. പീലാത്തോസിനത് മനസ്സിലായായിരുന്നു. അസൂയ നിമിത്തമാണ് യേശുവിനെ അവരവിടെ വിചാരണയ്ക്ക് പിടിച്ചുകൊണ്ട് വന്നത് എന്ന് പീലാത്തോസിന് അറിയാമായിരുന്നു. മത്തായിയുടെ സുവിശേഷം 27:18 അസൂയ നിമിത്തമാണ് അവർ യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തതെന്ന് പീലാത്തോസ് അറിഞ്ഞിരുന്നു. അസൂയയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളിൽ 13-ാം അധ്യായം 42 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കൊരു കാര്യം കാണുവാൻ സാധിക്കും. അന്ത്യോക്യയിൽ പൗലോസ് പ്രസംഗിച്ചു. പൗലോസിൻ്റെ സുവിശേഷ വേല അന്ത്യോക്യയിലായിരിക്കുമ്പോൾ പൗലോസ് ആദ്യം ഈ സിനഗോഗിലാണ് ആദ്യം പ്രസംഗം തുടങ്ങുന്നത്. ഒരു ദിവസം സിനഗോഗിൽ പഠിപ്പിച്ചു. പൗലോസിൻ്റെ പ്രസംഗം അവർക്കെല്ലാം ഇഷ്ടമായി.
അതെല്ലാം കഴിഞ്ഞ് പിരിഞ്ഞ് ഇറങ്ങുമ്പോൾ അവർ ആവശ്യപ്പെട്ടു, നഗരവാസികളൊക്കെ ആവശ്യപ്പെട്ടു, അടുത്ത ശാബത്തിലും ഞങ്ങളോടൊന്ന് പ്രസംഗിക്കണം. കാര്യം ആകർഷകമായിരുന്നു, പുതിയ ആശയങ്ങളുണ്ട്, പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, അവർക്ക് കേൾക്കണം. ദൈവവചനം കേൾക്കാൻ കൊതിയുള്ള ഒരു ജനവിഭാഗം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവവചനം കേട്ട് ഗ്രഹിച്ച് മനസ്സിലാക്കുവാൻ താല്പര്യമുള്ള ഒരു ജനത അവിടെ ഉണ്ടായിരുന്നു. ദൈവം വേർതിരിച്ചതാണ് എന്നേ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ അടുത്ത ആഴ്ചയിലും നമുക്കത് കേൾക്കണമെന്ന് പറഞ്ഞു. അടുത്ത ആഴ്ച പൗലോസ് പ്രസംഗിക്കാൻ ചെന്നു. നഗരവാസികളെല്ലാം, കഴിഞ്ഞ ആഴ്ച കേട്ടവർ മാത്രമല്ല, എല്ലാവരും കൂടി വലിയൊരു സംഖ്യ, ജനക്കൂട്ടം. അപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക്, യഹൂദരായ ആൾക്കാർക്ക്, യഹൂദർക്കാണ് ഈ പ്രശ്നം, അസൂയയുടെ. ഇത്രയും ജനം ഇവിടെ വന്ന് കൂടുന്നത് കണ്ടപ്പോൾ അവർക്ക് അസൂയ. അവർ ബഹളമുണ്ടാക്കി. പൗലോസ് പഠിപ്പിക്കാൻ അവരെ അനുവദിക്കത്തില്ല. ബഹളമുണ്ടായി, അങ്ങനെ എതിർത്തു. എന്തുകൊണ്ട്? അസൂയ. ഇത്രയും പേരിങ്ങ് വരികയാണോ എന്നാണ്. അയ്യോ, ഒരാളുടെ പ്രസംഗം കേൾക്കാൻ ഇത്രയും പേര്, ഞങ്ങൾ ഇത്രയും നാൾ പ്രസംഗിച്ചിട്ട് ആരും കേൾക്കാൻ വരുന്നില്ലല്ലോ. ഇവിടെ പൗലോസ് എന്ന് പറയുന്ന ഒരാൾ വന്ന് പ്രസംഗിച്ചപ്പോൾ ഇത്രയും പേര് കയറി വരുന്നോ പ്രസംഗം കേൾക്കാൻ? അസൂയ. ഈ അസൂയ അന്നുമുണ്ട്, ഇന്നുമുണ്ട്. ക്രിസ്തീയ വിശ്വാസികളുടെ ഇടയിൽ ഇങ്ങനെ ഇത്തരത്തിലുള്ള അസൂയ ധാരാളം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സത്യാവസ്ഥ, അതിനെക്കുറിച്ചല്ല അവർ ചിന്തിക്കുന്നത്. സത്യമാണോ തെറ്റാണോ എന്നുള്ളതല്ല അവരുടെ തർക്കം. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അസൂയ തോന്നി. ഇതാണ് അവരുടെ പ്രശ്നം അവിടെ ഉണ്ടായത്. അസൂയ സത്യത്തിൻ്റെ പ്രചരണത്തിന്, വിശ്വാസത്തിൻ്റെ പ്രചരണത്തിന് തടസ്സമായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മൂന്നാമത് പറഞ്ഞിരിക്കുന്ന തിന്മ എന്ന് പറയുന്നത് കോപത്തെക്കുറിച്ചാണ്. കോപം പാടില്ലെന്ന് നമുക്കറിയാം. സങ്കീർത്തനം 37:8, കോപത്തിൽ നിന്ന് അകന്നു നിൽക്കുവീൻ, ക്രോധം വെടിയുക, പരിഭ്രമിക്കാതിരിക്കുക, അത് തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ. സുഭാഷിതങ്ങൾ 16:32 പറയുന്നു, ക്ഷമാശീലൻ കരുത്തനേക്കാളും മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ നഗരം പിടിച്ചടക്കുന്നവനേക്കാളും ശ്രേഷ്ഠനാണ്. കോപിക്കേണ്ട കാര്യമില്ല. കോപം വരാവുന്ന സാഹചര്യങ്ങൾ പലതും ഉണ്ടാകും. കോപിക്കരുത്, ശാന്തനായിരിക്കണം, മനസ്സിനെ നിയന്ത്രിക്കണം. മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ, ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നഗരം പിടിച്ചടക്കുന്നവനേക്കാൾ ശ്രേഷ്ഠനാണ്. നഗരം പിടിച്ചെടുക്കാൻ കഴിയുന്നതിനെക്കാട്ടിൽ അല്പം കൂടെ പ്രവർത്തനം ആവശ്യമാണ്. നമ്മുടെ ഹൃദയത്തെ, മനസ്സിനെ നിയന്ത്രിക്കുക. മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നെങ്കിൽ നഗരത്തെ പിടിച്ചടക്കാൻ കഴിവുള്ളവനെക്കാട്ടിൽ അവൻ ശ്രേഷ്ഠനാണ് എന്നർത്ഥം. കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 5:27 ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. കർത്താവ് പറഞ്ഞതാണ്. അതുകൊണ്ട് നമുക്കതിന് മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് കോപിക്കാൻ പാടില്ല എന്നർത്ഥം. അതുകൊണ്ട് കോപത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ കോപിക്കേണ്ട ചില സന്ദർഭങ്ങളിലുണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല. യേശു തന്നെ ദേവാലയത്തിൽ കച്ചവടം നടത്തിയവരെ കോപത്തോടുകൂടി അടിച്ച് ഇറക്കിയ കോപിക്കേണ്ട സന്ദർഭങ്ങളുണ്ട്. അധികാരികളായ ചിലർ കോപിക്കേണ്ടതാണ് ചില സന്ദർഭങ്ങളിൽ. ആ സന്ദർഭങ്ങളിൽ കോപിക്കുക തന്നെ വേണം. അതൊരു കാര്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കിക്കോണം. കോപം സന്ധ്യ വരെ, രാത്രി വരെ നീണ്ടു നിൽക്കാതിരിക്കട്ടെ. അപ്പോഴത്തേനും നമ്മളങ്ങ് രമ്യതപ്പെടണം. കോപിക്കേണ്ട സന്ദർഭങ്ങളിൽ കോപിക്കുകയും വേണമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും വേണം. പിന്നീട് പറഞ്ഞിരിക്കുന്ന ഒരു തിന്മ നിഗളത്തെക്കുറിച്ചാണ്. സങ്കീർത്തനം പറയുന്നു, സങ്കീർത്തനം 18:27,
വിനീതരെ അങ്ങ് വിടുവിക്കുന്നു, അഹങ്കാരികളെ അങ്ങ് വീഴ്ത്തുന്നു. ധാരാളം വചനങ്ങൾ ബൈബിളിൽ നമ്മൾക്ക് പഠിച്ചു വച്ചിട്ടുണ്ട്. വിനീതരെയാണ് ഉയർത്തുന്നത്. സ്വന്തമായിട്ട് അഹങ്കരിക്കുന്നവരെ അവൻ താഴെ ഇറക്കുന്നു, രാജാക്കന്മാരെ താഴെ ഇറക്കും. വിനീതരെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് കർത്താവ് ഉയർത്തുകയും ചെയ്യും. സുഭാഷിതങ്ങൾ 21:24. അഹങ്കാരിയും ധിക്കാരിയുമായ മനുഷ്യൻ്റെ പേര് പരിഹാസകനെന്നാണ്. അവൻ ആരെയും കൂസാതെ ഗർവോടെ പ്രവർത്തിക്കുന്നു. പത്രോസ് ഇങ്ങനെ നമ്മളോട് പറയുന്നു, 1 പത്രോസ് 5:5, യുവാക്കന്മാരെ, നിങ്ങൾ ശ്രേഷ്ഠന്മാർക്ക് വിധേയരായിരിക്കുവിൻ. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. നമുക്ക് കൃപ വേണമല്ലോ. അത് എവിടെ നിന്നാണ് കിട്ടുന്നത്? കർത്താവിൻ്റെ കയ്യിൽ നിന്നാണ് കിട്ടുന്നത്. കർത്താവായ യേശു ക്രിസ്തുവാണ് കൃപയുടെ എല്ലാം. അവിടെ നമുക്ക് കൃപ കിട്ടണമെങ്കിൽ വിനയമുള്ളവരായിരിക്കണം. വിനയമുള്ളവർക്കാണ് കൃപ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ കൃപ കർത്താവിൻ്റെ കയ്യിലുണ്ട്, തരും. വിനയമുള്ളവർക്ക് കൃപ ലഭിക്കുന്നു എന്ന് നമ്മൾ ഓർത്തോണം. 21 വാക്യത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ എൻ്റെ ദൈവം എന്നെ നിങ്ങളുടെ മുമ്പിൽ എളിമപ്പെടുത്തുമോ എന്ന് എനിക്ക് ഭയമുണ്ട്. നേരത്തെ പാപം ചെയ്തവരും എന്നാൽ തങ്ങളുടെ അശുദ്ധിയെക്കുറിച്ചും വ്യഭിചാരത്തെക്കുറിച്ചും വിഷയാശക്തിയെക്കുറിച്ചും പശ്ചാത്താപിക്കാത്തവരുമായ അനേകരെ ഓർത്ത് വിലപിക്കേണ്ടി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇനി ഞാൻ വരുമ്പോഴേ എനിക്കൊരു ഭയം നിലനിൽക്കുന്നു. അത് പശ്ചാത്താപിക്കാത്തവരുണ്ടോ എന്നാണ്. 3 പാപങ്ങളെയാണ് അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അശുദ്ധി, വ്യഭിചാരം, വിഷയാശക്തി. പശ്ചാത്താപിക്കണമെന്നുള്ള കാര്യമാണ്. അങ്ങനെ പശ്ചാത്താപിക്കാത്തവരവിടെ കാണുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നമ്മൾ പാപം ചെയ്യാൻ പാടില്ല. അതാണല്ലോ ഒരു ക്രിസ്ത്യ വിശ്വാസിയുടെ പ്രത്യേകത. വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവർ അവർ പാപം ചെയ്യാൻ പാടില്ല. ഇനി പാപം ചെയ്തു പോയാൽ എന്ത് ചെയ്യണം? അതിന് ഒറ്റ കാര്യമേ ഉള്ളൂ, അവർ മാനസാന്തരപ്പെടണം. പാപികൾ മാനസാന്തരപ്പെടണം. പത്രോസ് മാനസാന്തരപ്പെട്ടു യേശുവിനെ തള്ളി പറഞ്ഞതിന് ശേഷം. യൂദായ്ക്ക് അവസരം ഉണ്ടായിരുന്നു, മാനസാന്തരപ്പെട്ടില്ല. ചെയ്ത പാപത്തെക്കുറിച്ച് നിരാശയും സങ്കടവും തോന്നി, തെറ്റ് ചെയ്തെന്ന് മനസ്സിലായി. പക്ഷേ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി കർത്താവെ രക്ഷിക്കണേ എന്ന് പറയുവാൻ യൂദാസിന് കഴിഞ്ഞില്ല. വലത് ഭാഗത്തെ കള്ളൻ പറഞ്ഞു, ഇടത് ഭാഗത്തെ കള്ളൻ പറഞ്ഞില്ല. കർത്താവെ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണേ. ഞങ്ങൾ ചെയ്ത തെറ്റിനാണ് ഇവിടെ ഈ കുരിശിൽ ഇങ്ങനെ ശിക്ഷ അനുഭവിക്കുന്നത്. നീ ഞങ്ങളെ ഓർക്കണമേ. ഇന്ന് തന്നെ നീ എൻ്റെ കൂടെ പർദീസയിലായിരിക്കുമെന്ന് യേശു അവനോട് അരുളി ചെയ്തു. മാനസാന്തരം കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 3 ഉപമകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവ് പറഞ്ഞത് കാണാതെ പോയ ആടിൻ്റെ ഉപമ, കാണാതെ പോയ നാണയത്തിൻ്റെ ഉപമ, ധൂർത്തപുത്രൻ്റെ ഉപമ. ഇതെല്ലാം പാപികളുടെ തിരിച്ചുവരവിനെ സൂചിപ്പിക്കുന്നതാണ്. അനുദപിക്കണമെന്നാണ് അത് കാണിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം വാക്യം പറയുന്നു, അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശു പറഞ്ഞ വാചകമാണല്ലോ, കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന്. അപ്പോൾ സ്വർഗത്തിൽ സന്തോഷം എപ്പോഴും ഒരേ അളവിൽ അങ്ങനെ ആയിരിക്കുകയല്ലെന്ന് നമുക്കിപ്പോൾ മനസ്സിലാകാം. കൂടുതൽ സന്തോഷമുണ്ടാകുന്ന അവസരമുണ്ട്. എപ്പോഴാണ്? ഒരു പാപി അനുദപിക്കുമ്പോൾ. ഒരു പാപി അനുദപിക്കുമ്പോൾ സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും. 99 പേര് നീതിമാന്മാരാണ്, കൊള്ളാം, നല്ലത് തന്നെ. ഒരുവൻ തെറ്റിപ്പോയിരിക്കുന്നു. അവനൊന്ന് അനുദപിച്ചാൽ സ്വർഗത്തിൻ്റെ സന്തോഷം അങ്ങ് വർദ്ധിക്കും. കൂടുതൽ സന്തോഷമുണ്ട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യേശുവിന് ദൗത്യം ആരംഭിക്കുമ്പോൾ തുടങ്ങിയ വാചകം മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യം, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഈ സുവിശേഷം
അത് നമ്മൾ പറയുകയും അവർ വിശ്വസിക്കണമെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഒരു കാര്യം അതിൻ്റെ ഇപ്പുറത്തുണ്ട്. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും, അനുതപിക്കുമ്പോഴാണ് അതിലോട്ട് കയറുവാൻ സാധിക്കുന്നത്. എൻ്റെ അപ്പ, ഞാൻ നിനക്കെതിരായി പാപം ചെയ്തു പോയി. അനുതപിക്കുമ്പോഴാണ് അടുത്ത ആനന്ദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്നാപയോഹന്നാൻ തന്നെ പ്രസംഗം എങ്ങനെയാണ് തുടങ്ങിയത്? മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 2-ാം വാക്യം, മാനസാന്തരപ്പെടുവീൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ മാനസാന്തരപ്പെടുവീൻ. മാറ്റമുണ്ടാകണം മനസ്സിന്. പഴയ മനുഷ്യൻ, പാപിയായ മനുഷ്യനായിരിക്കരുത് ഇനി മേലാൽ. സക്കേവൂസിൻ്റെ ഭവനത്തിൽ വെച്ച് യേശു ഇങ്ങനൊരു വാചകം പറഞ്ഞു. ലൂക്കോസ് 19:20, നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ഈ 21-ാം വാക്യത്തിൽ 3 പാപങ്ങളെക്കുറിച്ചാണ് പൗലോസ് ലിസ്റ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നാമത് പറഞ്ഞിരിക്കുന്ന അശുദ്ധിയെക്കുറിച്ചാണ്. അശുദ്ധി എന്ന് പറഞ്ഞാൽ ലൈംഗികമായ രീതിയിലുള്ള അശുദ്ധിയാണ് അത് സൂചിപ്പിക്കുന്നത്. സാൻമാർഗിക കാര്യങ്ങളിൽ വിജാതിരുടെ ഇടയിലുള്ള തെറ്റുകൾ ഈ കോരിന്ത്യൻ സഭയിലെ അംഗങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യത കൂടുതലായിരുന്നത് കൊണ്ടാണ് പൗലോസ് അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത്. ആമോസ് 4:6 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ എല്ലാ നഗരങ്ങളിലും പല്ലിന് പണിയില്ലാത്താക്കിയത് ഞാനാണ്. നിങ്ങളുടെ പാർപ്പിടങ്ങളിൽ ആഹാരത്തിന് തരി പോലും ഇല്ലാതാക്കി. എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വരുന്നില്ല. മടങ്ങി വരണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ചില അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ തന്നു. പല്ലിന് വിശ്രമം എന്ന് വെച്ചാൽ ഭക്ഷിക്കാനൊന്നുമില്ലാത്തൊരവസ്ഥ, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് തന്നെങ്കിലും നിങ്ങൾ ഒന്ന് അനുതപിച്ച് എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ലല്ലോ. ഇതാണ് ദൈവത്തിൻ്റെ സങ്കടം. ആമോസ് പറയുകയാണ്, തെറ്റിപ്പോയി ഇനി എന്ത് ചെയ്യണം? മടങ്ങി വരണം. നിങ്ങളത് ചെയ്തില്ല. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 20 യേശു ചില നഗരങ്ങളെ ശപിക്കുന്നു. അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടും മാനസാന്തരപ്പെട്ടില്ല എന്നതാണ് അതിൻ്റെ കാരണം. യേശു പറയുകയാണ്, ഖുറാസീൻ നിനക്ക് ദുരിതം, ബത്സയിദ നിനക്ക് ദുരിതം. നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ ടേറിയിലും സിയോനിലും നടന്നിരുന്നെങ്കിൽ അവ എത്ര പണ്ടേ ചാക്കുടുത്ത് ചാരം പൂശി അനുദപിക്കുമായിരുന്നു. അനുദപിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അയ്യോ, നിങ്ങൾക്ക് കഷ്ടം, ശാപം. നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച അത്ഭുതങ്ങളൊക്കെ ടേറിയിലും സീതോനിലും ഒക്കെ നടന്നിരുന്നെങ്കിൽ അവർ പണ്ടേ തന്നെ ചാക്കുടുത്ത് ചാരം പൂശി അനുദപിക്കുമായിരുന്നു. പിന്നീട് പറഞ്ഞിരിക്കുന്ന തെറ്റ് പരസംഗത്തെക്കുറിച്ച് മത്തായി 5:32 യേശു പറഞ്ഞൊരു വാചകമുണ്ട്, ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗം നിമിത്തമല്ലാതെ ഭാര്യ ഉപേക്ഷിക്കുന്നവൻ അവളെ വ്യഭിചാരിണിയാക്കുന്നു, ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. എഫേസോസ് 5:3 പൗലോസ് നേരിട്ട് തന്നെ നമ്മളോട് പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിൻ്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിൻ്റെയും പേര് പോലും കേൾക്കരുത്. അങ്ങനെ വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ വർത്തിക്കുവിൻ. പേര് പോലും കേൾക്കരുത്. അത്ര പവിത്രമായിട്ട് നമ്മൾ ജീവിക്കണം എന്നാണ്. 21-ാം വാക്യത്തോടു കൂടി 12-ാം അധ്യായം തീർന്നു. ഇനി നമ്മൾ 13-ാം അധ്യായത്തിലേക്ക് കയറുകയാണ്. ആ ലേഖനത്തിൻ്റെ ഒരു കൺക്ലൂഡിങ്, ഉപസംഹാരമായിട്ട് എഴുതിയ ആശീർവാദമൊക്കെ നൽകുന്ന ഒരധ്യായമാണ്. നമുക്ക് അത് ഇവിടെ ഇന്ന് നോക്കണം. നമുക്ക് 1, 2, 3 വാക്യങ്ങളിൽ 3-ാം പ്രാവശ്യമാണ് ഞാൻ നിങ്ങളെ സന്ദർശിക്കാൻ പോകുന്നത്. 2 3 സാക്ഷികളുടെ
മൊഴിയിന്മേൽ ഏത് കാര്യവും സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ പാപം ചെയ്തവർക്കും മറ്റെല്ലാവർക്കും ഞാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എൻ്റെ 2ാം സന്ദർശന വേളയിൽ ഞാൻ ചെയ്തതുപോലെ ഇപ്പോൾ എൻ്റെ അസാന്നിധ്യത്തിലും അവർക്ക് ഞാൻ താക്കീത് നൽകുന്നു. ഞാൻ വീണ്ടും വന്നാൽ അവരെ ഞാൻ വെറുതെ വിടുകയില്ല. ക്രിസ്തു എന്നിലൂടെ സംസാരിക്കുന്നു എന്നതിനാണ് തെളിവാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളോട് ഇടപെടുന്നതിൽ ഞാൻ ദുർബലനല്ല, ശക്തനാണ്. 2-3 സാക്ഷികളുടെ മൊഴിയിൽ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഒരാളുടെ കേസ് അതിൽ സ്ഥിരീകരിക്കേണ്ടത്. ഒരാളുടെ കുറ്റം പറഞ്ഞിരിക്കുന്നു, അത് ശരിയാണോ എന്ന് നമ്മൾ സ്ഥിരീകരിക്കേണ്ടത് 2-3 സാക്ഷികളുടെ മൊഴിയുടെ ബലത്തിലായിരിക്കണം. അത് പൗലോസ് സ്വന്തമായിട്ടങ്ങ് പറഞ്ഞതല്ല. നിയമാവർത്തനം 19:15 യഹൂദന്മാരുടെ നിയമമാണത്. പൗലോസ് ഇവിടെ ഉദ്ധരിക്കുന്നു. മോശയുടെ നിയമപ്രകാരം നിയമത്തിന് മുമ്പിൽ ഒരു കേസ് നിലനിൽക്കണമെങ്കിൽ സാക്ഷി ഒരാൾ പോരാ, 1, 2, 3 പേര് ആവശ്യമാണ്. പൗലോസിൻ്റെ വിധി എന്ന് പറയുന്നത് ധൃതി പിടിച്ചൊരു വിധിയല്ല. അതിൻ്റെ എല്ലാ കാര്യങ്ങളും പരിഗണിച്ച് അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിച്ച് മാത്രമുള്ള വിധിയായിരിക്കും എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. 1 തിമോഥെയോസ് 5:19 പൗലോസ് പറയുന്നു, 2-3 സാക്ഷികളുടെ മൊഴി കൂടാതെ ഒരു ശ്രേഷ്ഠനെക്കുറിച്ചുള്ള ഒരു ആരോപണവും നിങ്ങൾ സ്വീകരിക്കരുത്. ഹെബ്രായ ലേഖനം 13:17 ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ നേതാക്കന്മാരെ അനുസരിക്കുകയും അവർക്ക് വിധേയരായിരിക്കുകയും ചെയ്യുവീൻ. കണക്കേൽപ്പിക്കാൻ കടപ്പെട്ട മനുഷ്യരെ പോലെ അവർ നിങ്ങളുടെ ആത്മാക്കളുടെ മേൽ നോട്ടം വഹിക്കുകയാണ് എന്നോർത്തോണം. വാക്യം 4 പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തുവിനെക്കുറിച്ച് അവൻ ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടു. യേശുവിനെ സംബന്ധിച്ച് മാനുഷികമായൊരു സ്വഭാവവും നശ്വരമായൊരു ശരീരവും ഉണ്ടായിരുന്നു. യേശു പീഡകൾ സഹിച്ചു, ബലഹീനനാക്കപ്പെട്ടു. മനുഷ്യനായതുകൊണ്ടായി പീഡകൾ ഇങ്ങനെ സഹിക്കാൻ സാധിച്ചത് എന്ന് നമ്മൾ ഓർക്കണം. പൗലോസിനും നമുക്കും ഉണ്ടാകുന്നൊരു ഗുണം, യേശുവിൻ്റെ പീഡാനുഭവങ്ങളിൽ പങ്കുപറ്റുവാൻ, ഒരു ഷെയർ ചെയ്യുവാൻ നമുക്ക് സാധിക്കും, അവസരങ്ങളുണ്ടാകുന്നു. അതിൽ നമ്മൾ സന്തോഷിക്കണം. യേശുവിനോടൊപ്പം പീഡകളിൽ പങ്കെടുക്കുവാൻ ഒരു മനുഷ്യനായതുകൊണ്ട് നമുക്ക് സാധിക്കും. പൗലോസിന് സാധിച്ചു, നമുക്കും അവസരങ്ങളുണ്ട്. നമ്മളും ആ പീഡകൾ ക്രിസ്തുവിനെ പ്രതി സഹിക്കണം. ക്രിസ്തുവിനോടൊപ്പം സഹിക്കുന്നതിന് സാധിക്കുന്നല്ലോ എന്നുള്ളതിലാണ് നമ്മൾ സന്തോഷിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. ഉപസംഹരിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. കൊറിന്തോസുകാരോട് പറയുന്ന ഈ വാചകം നമ്മളോടും പറയുന്നതായിട്ട് നമ്മൾ എടുക്കണം. നമ്മൾ വിശ്വാസികളാണ്, പള്ളിയിൽ പോകുന്നു, പെരുന്നാളിൽ പങ്കെടുക്കുന്നു, എല്ലാ സെലിബ്രേഷനിലും നമ്മളുണ്ട്, നമ്മളവിടുത്തെ കാര്യങ്ങളുടെ മുൻപന്തിയിൽ നിൽക്കുന്നു എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. നമ്മൾ ആത്മശോധന ചെയ്യണം, സ്വയം പരിശോധിക്കണം, ഇടയ്ക്കിടയ്ക്ക് വേണം. നമ്മൾ വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിൽക്കുന്നുണ്ടോ, വിശ്വാസത്തിൽ നമുക്ക് സ്ഥിരതയുണ്ടോ എന്ന് നമ്മളിങ്ങനെ പരിശോധിക്കണം. ഏതെങ്കിലും പ്രാർത്ഥിച്ചു കിട്ടിയില്ല എന്ന് വരുമ്പോഴത്തേന് അയ്യോ ദൈവം ഉണ്ടോ എന്നുള്ള ചോദ്യം വരെയായി പോകും. വിശ്വാസത്തിൽ അങ്ങ് താഴോട്ടങ്ങ് പോരാ. വിശ്വാസം വർദ്ധിച്ച് വരണം. കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ കർത്താവ് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കും. വിശ്വാസം തരുന്നതും അതൊരു കൃപയാണ്, അതിനെ വളർത്തി വലുതാക്കുന്നതും കർത്താവ് തന്നെ. പ്രാർത്ഥിക്കണം. വിശ്വാസത്തിൽ നാം വീണു പോകരുത്. നാം നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. വിലാപങ്ങളിൽ 3:40 നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിങ്കിലേക്ക് തിരികെയും ചെയ്യാം. നമ്മൾ നമ്മുടെ വഴികളെ സൂക്ഷ്മമായി പരിശോധിക്കണം എന്ന് ചുരുക്കം. അങ്ങനെ സൂക്ഷ്മമായി പരിശോധിച്ച് നമുക്ക് കർത്താവിങ്കിലേക്ക് തിരിച്ചു വരാം. മത്തായിയുടെ സുവിശേഷം 7:5 ഞാൻ വായിക്കുന്നു.
കപടനാട്യക്കാരാ, ആദ്യം സ്വന്തം കണ്ണിലെ കരട്, സ്വന്തം കണ്ണിലെ തടിക്കഷണം നീ എടുത്തു മാറ്റുക, അപ്പോൾ സഹോദരൻ്റെ കണ്ണിലെ കരട് എടുത്ത് കളയുവാൻ നിനക്ക് സാധിക്കും. തടിക്കഷണം കണ്ണിൽ വെച്ചുകൊണ്ട് നമ്മൾ, സഹോദരാ നിൽക്ക്, നിൻ്റെ കണ്ണിലൊരു ചെറിയ കരടുണ്ട്, ഞാനെടുത്ത് മാറ്റാം, മണ്ടത്തരം പറയരുത്. ആദ്യം ചെയ്യേണ്ടത് ഈ തടിക്കഷണം നിൻ്റെ കണ്ണിലെ അങ്ങ് എടുത്ത് മാറ്റുകയാണ്. അതാണ് സ്വയമായിട്ടൊന്ന് പരിശോധിക്കണം എന്ന് പറയുന്നത്. ഗലാത്യർ 6:3-4 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് എഴുതുകയാണ്, ഒരുവൻ താനൊന്നുമല്ലാതിരിക്കെ എന്തോ ആണെന്ന് ഭാവിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ വഞ്ചിക്കുന്നു. എന്നാൽ ഓരോ വ്യക്തിയും സ്വന്തം ചെയ്തികൾ വിലയിരുത്തട്ടെ. അപ്പോൾ അഭിമാനിക്കാനുള്ള വക അവനിൽ തന്നെ ആയിരിക്കും, മറ്റുള്ളവരായിരിക്കില്ല. പൗലോസ് ആ വാചകത്തിൽ ഒരു കാര്യം കൂടി എടുത്തു പറയുന്നു, യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? അത് നമ്മൾ ഓർത്തിരിക്കണം. നമ്മളെ പരിശോധിക്കുമ്പോൾ യേശു ക്രിസ്തു നമ്മളിലുണ്ട്, നമ്മളിൽ അധിവസിക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം 14:20 യേശു പറയുന്നു, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും. ഗലാത്യ ലേഖനം 2:20 പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിതനായിരിക്കുന്നു. ആ അനുഭവം നമുക്കുണ്ടാകണം, നമുക്കത് പറയുവാൻ സാധിക്കണം. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. പൗലോസിൻ്റെ ജീവിതാനുഭവങ്ങൾ, വിശ്വാസത്തിൻ്റെ ഉറപ്പ്, ആരാണ് അവനിൽ ജീവിക്കുന്നത്, ക്രിസ്തുവാണ് അവനിൽ ജീവിക്കുന്നത്, ആ ഉറപ്പ് അത് പൗലോസിന് മാത്രം പോരാ, നമുക്കും ഉണ്ടാകണം. ഇങ്ങനെ പറയുവാൻ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ നമുക്ക് സാധിക്കണം. എഫേസ്യോസ് 3:17, 18, 19 വാക്യങ്ങൾ, വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണ്ണതയിൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹം അറിവിനെ അതിശയിക്കുന്നതാണ്. നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും അല്ലയോ, നമ്മൾ എത്ര പാപം ചെയ്തിട്ടും കർത്താവ് നമ്മളെ സ്നേഹിച്ച് നമ്മളെ നടത്തി പരിപാലിക്കുന്നുവല്ലോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവൻ്റെ സ്നേഹത്തിൻ്റെ അളവ്, നീളവും വീതിയും ഉയരവും ഒന്നും നമുക്ക് ഗ്രഹിക്കുവാൻ വയ്യാത്ത പോലെ അത്ര അധികമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. തുടർന്നുള്ള വാക്യങ്ങൾ, നിങ്ങൾ തിന്മ പ്രവർത്തിക്കരുതേ എന്ന് ആണ് പൗലോസിൻ്റെ പ്രാർത്ഥന. ജോബ് 28:28 നമ്മളോട് പറയുന്നു. അവിടുന്ന് മനുഷ്യനോട് പറഞ്ഞു, ജ്ഞാനം കർത്താവിനോടുള്ള ഭക്തിയാണ്, തിന്മയിൽ നിന്ന് അകലുന്നതാണ് വിവേകം. തിന്മയായിട്ട് നമുക്ക് ബന്ധപ്പാടില്ല. 8-ാം വാക്യം പറയുന്നു, സത്യത്തിന് വേണ്ടിയല്ലാതെ സത്യത്തിനെതിരായി എന്തെങ്കിലും ചെയ്യുക നമുക്ക് സാധ്യമല്ല. ലേവ്യർ 19:35-36 വാക്യങ്ങൾ പറയുന്നു, വിധിയിലും അളവിലും തൂക്കത്തിലും നിങ്ങൾ അനീതി പ്രവർത്തിക്കരുത്. ശരിയായ തുലാസും കട്ടിയും ഏഫായും ഹിന്നും നിങ്ങൾക്കുണ്ടായിരിക്കണം. ഈജിപ്റ്റ് ദേശത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ്. എല്ലാത്തിലും സത്യം, അളവില് തൂക്കത്തിൽ ഒന്നിലും കള്ളത്തരങ്ങൾ പാടില്ല. 10-ാം വാക്യം പറയുന്നു, കർത്താവിനെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളെ വളർത്തിയെടുക്കാനാണ്, നശിപ്പിക്കാനല്ല. പ്രത്യേകിച്ച് സഭയുടെ ശ്രേഷ്ഠന്മാർ, സഭ നടത്തിപ്പിൻ്റെ അധികാരികൾ മനസ്സിലാക്കണം, വളർത്തിയെടുക്കുക, അതാണ് കർത്താവിൻ്റെ ലക്ഷ്യം. വഴക്കുണ്ടാക്കി നശിപ്പിക്കാനല്ല കർത്താവ് നമ്മളോട് അധികാരപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമ്മൾ ഓർത്തണം. തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ പൗലോസ് എഴുതുന്നു, വിഘടിച്ച് നിൽക്കുന്ന ഒരുവനെ 1-2 പ്രാവശ്യം ശാസിച്ചതിന് ശേഷം അവനുമായുള്ള ബന്ധം വേർപെടുത്തുക. അധികാരം നൽകപ്പെട്ടിരിക്കുന്നത് വളർത്തിയെടുക്കാനാണ്. അവനെ നമ്മളൊന്ന് ശാസിക്കണം, പറഞ്ഞു കൊടുക്കണം.
എന്നിട്ടൊന്ന് ശരിയാകുന്നില്ലെങ്കിൽ അവനെ അങ്ങ് വിട്ടേക്ക്. കാര്യം ബാക്കിയുള്ളവരെയെങ്കിലും വളർത്തിയെടുക്കണ്ടേ, അവനോട് വന്നാലാകെ കുഴപ്പത്തിലാകും. അതുകൊണ്ട് അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നു. 11-ാം വാക്യം കൺക്ലൂഡ് ചെയ്യുകയാണ് പൗലോസ്. അവസാനമായി, സഹോദരരെ സന്തോഷിക്കുവിൻ, നിങ്ങളെ തന്നെ നവീകരിക്കുവിൻ, എൻ്റെ ആഹ്വാനം സ്വീകരിക്കുവിൻ, ഏകമനസ്കരായിരിക്കുവിൻ, സമാധാനത്തിൽ ജീവിക്കുവിൻ, സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. സന്തോഷിക്കാനാണ് പറയുന്നത്, അനീതിയിൽ സന്തോഷിക്കരുത്. സന്തോഷത്തിൻ്റെ ചില അവസരങ്ങൾ ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 21-ാം വാക്യത്തിൽ 72 ശിഷ്യന്മാർ പറഞ്ഞു വിട്ടിട്ട് അവർ തിരിച്ചു വന്ന് പറഞ്ഞു, പിശാചുകൾ പോലും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. കർത്താവ് പറഞ്ഞു, നല്ലത് തന്നെ, പക്ഷേ നിങ്ങൾ സന്തോഷിക്കേണ്ടത് അതിലല്ല, നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതുകൊണ്ട് സന്തോഷിക്കുവിൻ എന്നാണ് പറഞ്ഞത്. ആ സമയം പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചിട്ട് യേശു പറഞ്ഞു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് യുവജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തതിനാൽ പിതാവ് അതായിരുന്നല്ലോ അവിടുത്തെ തിരുവിഷ്ടം. അതിലാണ് സന്തോഷിക്കുന്നത്. യോഹന്നാൻ 15:11 യേശു പറയുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. യേശുവിൻ്റെ മരണത്തിന് മുമ്പായി യേശു പഠിപ്പിച്ച ഒത്തിരി കാര്യങ്ങൾ യോഹന്നാൻ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ 15-ാം അധ്യായത്തിൽ പറയുകയാണ്, ഞാൻ ഇതെല്ലാം നിങ്ങളോട് എന്തിനാണ് പറഞ്ഞത്, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകണം, അത് പൂർണ്ണമാകണം. അതുകൊണ്ട് നേരത്തെ എന്തൊക്കെ നിങ്ങളോട് പറഞ്ഞതാണ്, നമ്മൾ സന്തോഷിക്കണം, മനസ്സിൽ സന്തോഷം. കർത്താവിനെ നമ്മൾ രക്ഷകനായി സ്വീകരിച്ച് അങ്ങനെ ജീവിക്കുമ്പോൾ ഹൃദയത്തിൽ നമുക്ക് സന്തോഷം ഉണ്ടാകും. പിന്നെ നമ്മെ തന്നെ നവീകരിക്കണം, നമ്മൾ നല്ല മനസ്സായിരിക്കണം, എന്ന് നമ്മളോട് ഏക മനസ്സുള്ളവരായിരിക്കണം. ഇതൊക്കെ നമുക്ക് തരുന്ന പ്രധാന ഉപദേശങ്ങളാണ്. ഇങ്ങനെയുള്ള ഉപദേശങ്ങളോടുകൂടി പൗലോസ് ലേഖനം അവസാനിപ്പിക്കുന്നു, അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. അങ്ങനെ ഈ ലേഖനം 13-ാം അധ്യായത്തോട് തീരുന്നു. ആ ലേഖനം അവസാനിപ്പിക്കുകയാണ്. പൗലോസിൻ്റെ ഈ ലേഖനത്തിൻ്റെ ഒരു പ്രത്യേകത, ആ ആശീർവാദമെന്ന് പറയുന്നത് പൗലോസ് എഴുതിയ മറ്റ് എല്ലാ ആശീർവാദങ്ങളെക്കാട്ടിലും ഏറ്റവും ഉജ്ജ്വലവും വിജ്ഞാനപ്രദവുമാണ്. സാധാരണ ഈ പൗലോസ് നിങ്ങൾ കൃപയും സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയും. പക്ഷെ ഇവിടെ അങ്ങനെ മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ആശംസിക്കുന്നു. അങ്ങനെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിൻ്റെ പേരുകൾ എടുത്തു പറഞ്ഞ ഒരു ആശംസ മറ്റെല്ലാ ലേഖനങ്ങളിലും ഉള്ളതിനെക്കാട്ടിൽ ഒരു പ്രത്യേകതയായത് ഉജ്ജ്വലമായ രീതിയിലാണ് ഇത് ആശംസിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ള ക്രമത്തിലല്ല പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുവിൻ്റെ പേരാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്നൊരു പ്രത്യേകതയോടെ ഈ വാചകത്തിൽ ആശംസയിൽ ഉണ്ട്. അങ്ങനെ 13-ാം വാക്യത്തോടുകൂടി 13-ാം അധ്യായവും ആ ലേഖനം അവസാനിക്കുന്നു. നമ്മൾ ഇതുവരെയും 1 കോരിന്ത്യർ കഴിഞ്ഞ് 2 കോരിന്ത്യർ ഇന്നുകൊണ്ട് തീരുകയാണ്. ഇനി 92-ാമത്തെ എപ്പിസോഡ് അടുത്ത പ്രാവശ്യം നമുക്ക് ആരംഭിക്കാം. അത് ഗലാത്യ ലേഖനത്തിൽ ആരംഭിക്കാൻ സാധിക്കും. ഇന്ന് നമ്മൾ പഠിച്ച ആ ഭാഗം 12-ാം അധ്യായം 19-ാം വാക്യം മുതൽ 13-ാം അധ്യായം 21 അത് തീർന്നു. പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്നത് കോപം, അസൂയ, കലഹം, ഈ തിന്മകളൊന്നും നമുക്ക് പാടില്ല. മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടാകണം. വിശ്വാസത്തെ നമ്മൾ നിലനിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ തന്നെ ഒന്ന് പരിശോധിക്കണം. നമ്മൾ സന്തോഷത്തോടു കൂടിയായിരിക്കണം, ഏക മനസ്സോടുകൂടി ജീവിക്കണം. പിന്നെ ലേഖനത്തിൽ മൊത്തമായിട്ട് പറഞ്ഞാൽ ഒരു അപ്പോസ്തലൻ്റെ ലക്ഷണങ്ങളുടെ ഒരു നിർവചനം ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അത് എഴുതേണ്ട ഒരു സാഹചര്യം വന്നതുകൊണ്ട് എഴുതി. അങ്ങനെ ആ ലേഖനം അവസാനിക്കുന്നു. ദൈവം നമ്മളെ കാത്തുകൊള്ളട്ടെ. നമുക്ക് നമ്മുടെ വിശ്വാസത്തെ ഒന്ന് പുനഃപരിശോധിച്ച് നോക്കാം. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അടുത്ത പ്രാവശ്യം നമുക്ക് ഗലാത്യ ലേഖനം ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ. വിശുദ്ധ ജീവിതം നയിക്കാനും നാവീകരിക്കപ്പെട്ട ജീവിതം നയിക്കാനും മാനസാന്തര ജീവിതം നയിക്കാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ, ഇടയാക്കട്ടെ. അവൻ്റെ കരം നമ്മളെ പിടിച്ചു നിർത്തട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ.